ഹലോ ഗൈസ്, ഇപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് കാണുന്ന ബഗ്ഗി കാറും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ എടുക്കുമെന്നാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നിങ്ങൾ അതിനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ RGS മെനുവിൽ കയറുക. എന്നിട്ട് ഈ ബഗ്ഗി കാറിൻ്റെ ലിങ്ക് തപ്പുക. ലിങ്ക് നിങ്ങൾ ആദ്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കും. ആ ലിങ്ക് നിങ്ങൾ അവിടുന്ന് ആ ലിങ്കിൽ തൊട്ട് ഡൗൺലോഡ് ചെയ്യണം. ആദ്യം പോയി ആ സൈറ്റിൽ പോയി ഡൗൺലോഡ് ഇതാണ് ആ സൈറ്റ്. അവിടുന്ന് ആ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ബാക്കിലോട്ട് വരിക. എൻ്റെ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇത് എത്രയാണ് MB എന്നൊന്നും ഞാൻ നോക്കിയില്ല മറ്റും പേരെ. അപ്പം നമ്മൾ അതിന് ശേഷം നെറ്റ് ഓഫ് ചെയ്തു. വീണ്ടും ഗെയിമിലേക്ക് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഗെയിമിലേക്ക് കയറി പ്ലേ കൊടുത്തു. ഇനി നമ്മൾ അത് ലോഡാകുകയാണ് മറ്റു പേരെ. അത് ലോഡായി കഴിയുമ്പം നിങ്ങൾ ഈ GTA 5 അതുമൊക്കെ എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾ ആദ്യം വീടിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുക. ശേഷം ഇത് ഇവിടെ താഴെ ഒന്നും എഴുതി കാണിക്കുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നേരെ ചെയ്യേണ്ടത് ലോഡെ പിടിച്ച് നിൽക്കുക. ലോഡെ പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ നേരെ ഈ നിങ്ങളുടെ ഫയലിലോട്ട് പോകും. ഫയലിൽ ചെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഫയലിലോട്ട് പോയി അത് തപ്പാൻ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ buggy.glb എന്ന് കാണും. അത് നിങ്ങൾ സേഫായിട്ടൊരു ഫയലിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കുമാണ് ബഗ്ഗി കാറ് നമ്മൾ ആഡാകുന്നത്. പിന്നെ ഇവിടെ എഴുതി കാണിക്കാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ഡെവലപ്പറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ സോൾവ് ആക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് എഴുതി കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ GTA 5 ഒക്കെ ചെയ്തപ്പോഴും നമ്മൾ ചെയ്ത ആ സംഭവം തന്നെയാണ് മറ്റും പേരെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നേരെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് അടിക്കുക. റീസ്റ്റാർട്ട് അടിച്ച് വീണ്ടും കയറി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫോൺ എടുത്തു കഴിയുമ്പം നിങ്ങൾക്ക് എഴുതി കാണിക്കും. അത് എന്തോ ബഗ്ഗും കാര്യങ്ങളൊക്കെയാണ്. അതെന്താണെന്നൊന്നും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബഗ്ഗി കാറ്. കുറേ നമുക്ക് സ്പോൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പല കളറിൽ കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കിഷ്ടപ്പെട്ടു ഈ ബഗ്ഗി കാർ. കാരണം ഓഫ് റോഡൊക്കെ എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും കിണ്ണനാണ്. ഇതെന്തായാലും ഞാൻ യൂസ് ചെയ്യും മറ്റും പേര്. ഇതെനിക്കിഷ്ടപ്പെട്ട് ഉള്ളത് പറയുക. പിന്നെ ഇത് ഫുള്ള് ഒരു റഫ് രീതിയിലാണ് ചെയ്തേക്കുന്നത്. ബഗ്ഗിയാണല്ലോ, അതുകൊണ്ടായിരിക്കും റഫ് രീതിയിൽ. ഇതും എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ പറയുന്നുണ്ടായിരുന്നു ബഗ്ഗി കാർ വരുത്തണം എന്ന്. എന്തായാലും ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ബഗ്ഗി കാറും കാര്യങ്ങളൊക്കെ ആഡായിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് അപ്ഡേറ്റ്സും വരുന്നുണ്ട്. നമ്മുടെ എയർ മറ്റേ ഫ്ലൈയിങ് ബൈക്ക് അതിൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് ഫ്ലൈയിങ് ബൈക്ക് അപ്ഡേറ്റ് എന്നൊന്ന് കമൻറ്റ് ഇടണം. കാരണം എനിക്കിവിടെ മെസ്സേജൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുകയൊന്നും വേണ്ട. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഓടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇൻഡോർ ക്യാമറയും ഔട്ട്ഡോർ ക്യാമറയും ഒക്കെ ഇടുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടം ഔട്ട്ഡോർ ക്യാമറയാണ് കേട്ടോ. സ്പീഡ് കിണ്ണനായിട്ട് അറിയും. പിന്നെ നമ്മുടെ ബഗ്ഗി കാറിൻ്റെ തൊട്ട് പുറകെ മനുഷ്യനെ അതങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മളായിട്ട് ചെയ്യുന്നൊന്നുമല്ല. നേരെ ഇവിടെ വരിക. നമ്മുടെ ഗസ്റ്റ് ഹൗസാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഗസ്റ്റ് ഹൗസ് അല്ല, ഇതെന്തോ നമ്മുടെ ഗെയിമിൽ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ അപ്ഡേറ്റ് വന്നതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വീടൊക്കെ തുറക്കും. ഇതിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി. എന്തെങ്കിലും കാണും. അപ്പോൾ ടാറ്റ, ലവ് യു ആണ്. ടാറ്റ, ബൈ ബൈ, സീ യു. Thank you for watching this video.